ഈ ബുൾജെറ്റും അവരുണ്ടാക്കിയ ചിക്കൻ അച്ചാറും ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും പയ്യന്മാരെ രണ്ടുപേരും ആരുമില്ല. കാരണം എബിൻ എന്നും ലിബിൻ എന്നും പറയുന്ന രണ്ട് പയ്യന്മാർ, അവരെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ തരേണ്ട കാര്യമില്ല. അവർ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന രണ്ട് പയ്യന്മാരാണ്. അവരെ ആദ്യം ഒമ്നിവാനിൽ തുടങ്ങി, പിന്നീട് ഒരു ട്രാവലർ എടുത്ത്, അപ്പം അതിനുശേഷം ഉണ്ടായ വിവാദങ്ങളും കാര്യങ്ങളിടയ്ക്ക് MVD അവരുടെ വണ്ടി പോക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവരുടെ വീഡിയോസ് കാണാൻ നല്ല രസമാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത്. ഭയങ്കര ലെങ്തി വീഡിയോ ആണ്, നമ്മൾ കണ്ടിരുന്നു. കാരണം അവന്മാർ രണ്ടുപേരും അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്ന രണ്ട് പയ്യന്മാരാണ്. ലിബിൻ്റെയും സംസാരം തന്നെയാണ് നമ്മളെ പിടിച്ചതിൻ്റെ അകത്ത് ഇരുത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാഭവൻ ഒരു രീതിയിലുള്ള, എന്നാൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംസാര രീതിയാണല്ലോ കലാഭവൻ മണിയുടെ. ആ ഒരു രീതിക്ക് ഉള്ളൊരു സ്റ്റൈലാണ് അവരുടെ രണ്ടുപേർക്കും. ഒരുപാട് നമുക്ക് കാണുന്നവർക്ക് അവിടുന്ന് ആ വീഡിയോയിൽ നിന്ന് പറഞ്ഞു പോകാൻ തോന്നത്തില്ല. അതങ്ങനെ ഒരു മണിക്കൂറോ അല്ലെ 52 മിനിറ്റൊക്കെയാണ് അവരുടെ വീഡിയോയുടെ ഒരു ലെങ്ത്. പക്ഷേ നമ്മളത് മുഴുവൻ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടുപോകും. അതാണ് അതിൻ്റെ അകത്തൊരു സെറ്റപ്പ്. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം കത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് ചിക്കൻ അച്ചാർ അവരുണ്ടാക്കുകയും അത് സെയിൽ ചെയ്യും. അവർ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഒരു ചിക്കൻ അച്ചാറിൻ്റെ പരിപാടി. അപ്പോൾ അത് ഉണ്ടാക്കി ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തപ്പം ആ വീഡിയോയ്ക്കകത്തുനിന്ന് കുറ്റം കണ്ടുപിടിച്ച കുറേ ആൾക്കാരുണ്ട്. ഒന്ന്, അവർക്ക് വൃത്തിയില്ലെന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്, അതിൻ്റെ അകത്ത് അവർ സംസാരിക്കുമ്പോൾ തുപ്പൽ വീഴുന്നുണ്ട്, പിന്നെ തുപ്പലച്ചാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മൂന്നാമത് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിനകത്ത് ഒരു മസാലക്കൂട്ടിൻ്റെ അകത്ത് ഒരു കാൽപ്പാട് പോലെ, അത് അവരുടെ പട്ടിയുടെ കാൽപ്പാടാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. ഇത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്നവന്മാർ ബോധമുള്ളവന്മാരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്ന ഒരു പരമാവധി, അതായത് നല്ല മാന്യമായിട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒരിക്കലും ഈ പറയുന്ന ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരിക്കലും പട്ടിയെ അതുപോലെയുള്ള സാധനങ്ങളെ കയറ്റത്തില്ല. കാരണം ഒരു പരമാവധി വൃത്തിക്ക് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം നമുക്കറിയാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ പൊരിഞ്ഞ ചൂടത്ത്, അതായത് തീയുടെ ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം വിയർക്കുകയും വിയർപ്പ് തുള്ളികൾ വീഴുകയും, ചിലപ്പോൾ വിയർപ്പ് തുള്ളികൾ വീണെന്ന് വരെ വരാം. പിന്നെ രണ്ടാമത്തെ കാര്യം, എത്ര വൃത്തി നോക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ സംഭവിക്കും. പിന്നെ രണ്ടാമത് ആ വീഡിയോയ്ക്കകത്ത് ചിലർ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലിബിൻ്റെ അപ്പൻ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് പുള്ളിക്ക് എന്തോ ഒരു മൂക്ക് ചീറ്റുന്ന പോലെയോ മാറുന്ന ചീറ്റുന്ന പോലെ ഒരു സംഭവം കാണിക്കുന്നു. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അച്ചാറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആ മുളക് പൊടിയുടെ കുത്തൽ വരും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും, മുളക് പൊടിയുടെ കുത്തൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധാരണപ്പെട്ട ആരാണെങ്കിലും തുമ്മിപ്പോകും. മനസ്സിലായോ? അത് സാധാരണപ്പെട്ട ആരാണെങ്കിലും തുമ്മിപ്പോവും. അല്ലെങ്കിൽ അപ്പോൾ പുള്ളിക്ക് അല്ലാത്തവർക്ക് വല്ല അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ മാസ്ക് ധരിച്ചോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം. ഇത് സാധാരണ രീതിയിൽ തുമ്മൽ പോലുള്ള കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മൂക്കിൽ എന്താ പറയുന്നത്, ഇങ്ങനെ ജലദോഷം പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങോട്ട് മാറി നിന്നാണ്, ആ വീഡിയോയ്ക്ക് അത് യാദൃശ്ചികമായിട്ട് കണ്ടതാണ്, അദ്ദേഹം മാറി നിന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. അതിനെ പോലും എടുത്തിട്ട് വലിയ സംഭവമായിട്ട് എടുത്തിട്ട് ആക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര പറ്റിയതും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ. എന്നിട്ട് അതിൻ്റെ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെയൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടേക്കുന്നവരൊക്കെ പറയുന്നു, ഓരോരുത്തരും ആ പയ്യന്മാർക്ക് വൃത്തിയില്ല, അവന്മാർ രണ്ടും വൃത്തിയില്ലാത്തവന്മാരാണ്, അങ്ങനെ ഇങ്ങനെയാണ് ഒരുപാട് ഭയങ്കരമായ വിമർശനങ്ങളാണ്. അവന്മാർ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അവന്മാർ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അവന്മാർ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്, ആ പിള്ളേർ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അവരൊരു ബിസിനസ് പോലെ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. എത്ര വിമർശിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും അവരുണ്ടാക്കിയിരിക്കുന്ന ആ കംപ്ലീറ്റ് അച്ചാറ് പോകും. കാരണം അവരോട് ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വെറുപ്പുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ എപ്പോഴും ഉണ്ടാകുമല്ലോ. പോസിറ്റീവ് ഒരുപാടുണ്ടാകും, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവും ഉണ്ടാകും. ഡെവിളിഷ് ക്യാരക്ടേഴ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരെ വിമർശിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അവന്മാർ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാകും. പക്ഷേ അതിലൊന്നും അവന്മാർ വീണ് പോകത്തില്ല. കാരണം അവന്മാർ എന്താ പറയുന്നത്, അവന്മാരുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, വെറും 28,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ഒമ്നിവാനുമായിട്ടാണ് അവന്മാർ ലോകം ചുറ്റാൻ ഇറങ്ങിയത്. ആ ഒരു ഒമ്നിയെ ചുറ്റി അവന്മാർ ആ വീഡിയോസ് ആൾക്കാരെ കാണിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയാണ് അവന്മാർ നല്ല വീടും സ്ഥലവും വണ്ടിയും അതുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചത്. അങ്ങനെയുള്ള ആ പിള്ളേരെ ഒരിക്കലും, അല്ലെങ്കിൽ പിള്ളേരെന്ന് ഞാൻ പറഞ്ഞില്ല, അവന്മാർ മുതിർന്ന ആൾക്കാരാണ്, അവരെ ഒരിക്കലും തളർത്താനൊന്നും പറ്റത്തൊന്നുമില്ല. ചുമ്മാ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടി. ഇപ്പം ഞാനും ഇത് കണ്ടൻറ്റാണ് ചെയ്യുന്നത്, എന്നാലും വിമർശിക്കുന്നവർ ആലോചിക്കുക,
വളരെ സിമ്പിളായിട്ട് ഒരിക്കലും ഒരു അതിൽ കണ്ടിരിക്കുന്ന കാൽപ്പാട് പട്ടിയുടേതാകാനായിട്ട് ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ബുദ്ധിയുള്ളവരും ബോധമുള്ളവരും ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പം ഞാൻ വലിയ ബുദ്ധിമാനായിട്ട് പറയുന്നതല്ല, ചുമ്മാ നമ്മൾ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരിക്കലും അവിടെ ഒരു പട്ടി വരത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇത്ര വലിയ എന്താ പറയുന്നത്, ചിലപ്പോൾ തുപ്പൽ വീഴാനുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നത് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അവന്മാർ അതുപോലെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എത്ര ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുമ്പം ചൂടടിച്ച് നമ്മൾ വേർപ്പ് തുള്ളി വീഴാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയുള്ള കാര്യം, ഈ അവരുണ്ടാക്കിയേക്കുന്ന അച്ചാറിന് ഒരിക്കലും ഈ പറയുന്ന പോലെ മുളക് ചേർക്കുമ്പോൾ, അച്ചാറിന് മുളക് ചേർക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമില്ല, അറിയാവുന്നവർക്ക് അറിയാം. ഈ മുളകിൻ്റെ കുത്തൽ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുമ്മാനും അല്ലെങ്കിൽ തുമ്മിയതിന് ശേഷം ചിലപ്പോൾ മൂക്ക് ചീറ്റുന്ന ഒരു പരുവത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. അത് അവർ ആ വീഡിയോ എടുത്തപ്പോൾ അവർ അച്ചായൻ്റെ ആ ഒരു ഭാഗം കണ്ടതാണ് എന്നും പറഞ്ഞ് അവരെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്മാർ കയറി വരും, ചുമ്മാ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് സ്വന്തം കണ്ണിലെ കരട് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ പോവുക. അതാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. ആ പിള്ളേർ അല്ലെങ്കിൽ അവന്മാരെ അങ്ങനെയൊന്നും തളർത്താൻ പറ്റത്തൊന്നുമില്ല. ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞാൽ അവന്മാർ കഷ്ടപ്പെട്ട് കയറി വന്നാൽ അങ്ങനെ തളർത്താൻ പറ്റത്തില്ല.